പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലിനും തുടക്കമായിരിക്കുകയാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ദർശന പുണ്യം തേടിയെത്തുന്നത്. രാത്രി 10:30 വരെയാണ് ഭക്തർക്ക് മകം തൊഴാൻ സൗകര്യമുണ്ടാവുക. സുരക്ഷയ്ക്കായി 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ 1000-ഓളം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. ലെബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചോറ്റാനിക്കര മകം തൊഴലിനായി ദേവീക്ഷേത്ര നട തുറന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ നീണ്ട നിര കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം എത്തും എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വളരെ സുരക്ഷിതമായി വന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തി മടങ്ങുവാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാണ്. 1000-ഓളം പോലീസുകാരെയാണ് 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതലയിൽ നിയോഗിച്ചിരിക്കുന്നത്. ഇവരെല്ലാം വളരെ സുരക്ഷിതമായി ഇവിടെ എത്തുന്ന ഭക്തരെ തൊഴുത് മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ 5 മണിക്ക് ആരംഭിച്ച വിശേഷ ചടങ്ങുകളൊക്കെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഐതിഹ്യപ്രധാനമായ മകം തൊഴൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിപ്പുണ്ട്. സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഒരു ഉത്സവം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സ്ത്രീകളുടെ തിരക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തുന്ന സ്ത്രീകൾ നിരവധിയാണ്. ആദ്യമായിട്ട് വന്ന അമ്മ നടയിൽ 2-3 തവണ വന്നിട്ടുണ്ട്. 8 വർഷമായിട്ട് വരുന്നുണ്ട്. അതെ എനിക്ക് എല്ലാ അനുഗ്രഹവും അമ്മയുടെയാണ്. 2 വർഷമായിട്ട് ഞാൻ അടുപ്പിച്ച അമ്മേനെ തൊഴുവാൻ അതാണ് വളരെ സന്തോഷം. തൊഴുതുന്നത് ആദ്യമായിട്ടാണ് രാവിലെ 7 മണിക്ക് വന്നത്. രാവിലെ വന്നവരെല്ലാവരും ഇപ്പൊ അകത്തേക്ക് കയറുന്നതേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ ഇത് മനസ്സിലാകുമല്ലോ, അത്രത്തോളം തിരക്കാണ് പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ ഗോപുരം വഴി സ്ത്രീകളെ മാത്രമാണ് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ വളരെ വിശേഷപ്പെട്ട ഉത്സവം എന്ന് തന്നെ ചോറ്റാനിക്കര മകത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമലിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.